സുഹൃത്തുക്കളെ, പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ മുറുക്കാൻ, അതായത് വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടി അടയ്ക്കായൊക്കെ മുറിച്ചിട്ട് ചെറിയ പീസുകളാക്കി, അടയ്ക്ക ചെറിയ പീസുകളാക്കി പുകയിലയൊക്കെ വെച്ച് നാലും കൂട്ടിയുള്ള ഒരു മുറുക്ക് എന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. ഊണൊക്കെ കഴിഞ്ഞും ഒക്കെയാണ് അത് കൂടുതൽ ഉപയോഗിച്ചത്. കല്യാണത്തിനൊക്കെ ഇത് മുറുക്കാനുണ്ടായിരുന്നു. മുറുക്കാനും ബീഡിയും ആ കാലഘട്ടത്തോളം ബീഡിയും സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പണക്കാർ സിഗരറ്റ് കൊടുക്കും, പാവങ്ങൾ ബീഡി കൊടുക്കും. തലേ ദിവസം ബീഡി തെറുപ്പുകാരെ വിളിച്ച് വീട്ടിൽ ഇരുത്തി ബീഡി തെറുപ്പിക്കുമായിരുന്നു. മുറുക്കാൻ അതുപോലെ വാക്കുമൊക്കെ വെച്ച് വരുന്ന എല്ലാവർക്കും കൊടുക്കും. കൊടുത്തില്ല എങ്കിൽ മുറുക്കാൻ കുറഞ്ഞതിൻ്റെ പേരിൽ വഴക്കുണ്ടായ ചരിത്രം വരെ നമ്മുടെ നാട്ടിലുണ്ട്. മുറുക്കാനും ബീഡിയൊക്കെ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ. എന്തായാലും ഇന്നത് നിന്നുപോയി, നല്ല കാര്യം. ഈ പാത്രത്തിലാണ് പണ്ട് ചുണ്ണാമ്പ്, ഇതേപോലുള്ള പാത്രങ്ങളിലാണ്. ഇതും അതുപോലൊരു പാത്രമാണ്. ഇതിനകത്ത് ഇപ്പോഴും ചുണ്ണാമ്പിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. പണ്ട് കാലത്ത് ചുണ്ണാമ്പ് പണക്കാർ ഇതേപോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പം പാവങ്ങൾ വാഴയുടെ ഇലയിലോ അല്ലെങ്കിൽ വട്ടയുടെ ഇലയിലോ 10 പൈസ, എൻ്റെ ചെറുപ്പത്തിൽ 10 പൈസയ്ക്ക് മാർക്കറ്റിൽ കിട്ടുമായിരുന്നു ചുണ്ണാമ്പ്. മാർക്കറ്റിൽ പണ്ടത്തെ ചന്തകൾ അറിയാമല്ലോ, നാട്ടിൻപുറത്തെ മാർക്കറ്റുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇന്ന് ചുണ്ണാമ്പ് കിട്ടാനില്ല. ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നവരും കുറവാണ്. പണ്ട് കാലത്ത് ഇതുപോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സമൂഹത്തിൽ സാമ്പത്തികമുള്ളവരായിരുന്നു. അല്ലാത്തവരുടെ ഓലയിലും അല്ലെങ്കിൽ ഇലയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊരു ധനവാൻ്റെ വീട്ടിലൊരു ബെൻസ് കാറ് കിടക്കുന്ന പോലായിരുന്നു പണ്ട് വീട്ടിൽ ഇതുപോലെയുള്ള ഒരു കിണ്ടിയോ കോളാമ്പിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചുണ്ണാമ്പ് പാത്രമോ ഒക്കെ ഉള്ളത്. അപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് ഇന്ന് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നാളെ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ ഇടാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ നല്ലതായിരുന്നു. ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെ തന്ന് നമ്മളെ സഹായിക്കുക. ഓക്കെ, താങ്ക്സ്.